തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിഷേധിച്ചെന്നാരോപിച്ച് ജീവനൊടുക്കിയ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പം മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഷെവീദ് റാവുത്തർ, വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്നലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത അത് പുറത്തു വന്നത്. തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പി അദ്ദേഹം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹം BJP RSS നേതൃത്വത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, ചില ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ സന്ദേശത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മണൽ മാഫിയ സഹായിക്കാൻ വേണ്ടി തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞു. മാത്രമല്ല താൻ ഇതുവരെ വർഷങ്ങളെ പ്രവർത്തിച്ച RSS എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. മാത്രമല്ല അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായ ആത്മഹത്യാ സന്ദേശം ഒരുക്കി അത് സുഹൃത്തുക്കൾക്കടക്കം അയച്ചു കൊടുത്ത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം പങ്കുവച്ച ശേഷമായിരുന്നു ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത്. അദ്ദേഹത്തെ തൃക്കണ്ണാപുരത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന SK ആശുപത്രിയിലാണ്. നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് SK ആശുപത്രിയിൽ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് BJP RSS പ്രവർത്തകരെ തന്റെ മൃതദേഹം പോലും കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ അടക്കം പ്രതികരണം വരും മണിക്കൂറുകൾ നമുക്ക് ഉറപ്പാക്കാം. അതേസമയം ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ നിലവിലിപ്പോൾ അസ്വാഭാവിക മരണം മാത്രമാണ്, ആരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആത്മഹത്യാ സന്ദേശത്തിൽ പേര് പറഞ്ഞിട്ടുള്ള, അതായത് ആനന്ദ് കെ തമ്പി തന്നെ പറഞ്ഞിട്ടുള്ള തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹക രാജേഷ ഇവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തുമോ, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വരും മണിക്കൂറുകൾ അറിയാം. ഏതായാലും ഇതൊരു ക്യാമ്പയിനായി നിലവിലിപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.